welcome back to our English class. It's me, Anvara from Xylem Learning. So, now, today we are going to learn the summary of your poem, Beauty, okay? So, by the title itself, we can understand that something, in the poem, we are going to learn that we particular beauty soundariam ennu parayunna oru kaazhapaadu നമ്മൾ ഒതുക്കരുത് എന്നാണ് എന്ത് പറയുന്നത് നമ്മുടെ റൈറ്റർ നമ്മളോട് പറയുന്നത്. That means നമ്മൾ എന്തിലൊക്കെ wherever we look, whatever we do, whomever we see, എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഭംഗി കണ്ടുപിടിക്കണം എന്നാണ് നമ്മളോട് ആര് പറയുന്നത്? The writer he tells us, okay? So ഇവിടെ നോക്കൂ, എന്താണ് ആക്ച്വലി ഇദ്ദേഹം പറയുന്നത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം ഒന്നിവിടെ നോക്കാം. Come, let's see. ഇവിടെ നോക്കൂ, beauty, അല്ലേ? The poem is trying to say in this poem that, നോക്കൂ, the poet is trying to say in this poem that beauty is in everything. So നമ്മുടെ പോയിന്റ് പറയാണ് ആക്ച്വലി ബ്യൂട്ടി, സൗന്ദര്യം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്, പ്ലഷർ, സൗന്ദര്യം, അല്ലെ, അഴക്, സൗന്ദര്യം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്, ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്, അത് എന്തിലാണ് അദ്ദേഹം പറയുന്നത്? ഇറ്റ് ഇസ് ഇൻ എവറിത്തിങ് എന്ന് അദ്ദേഹം പറയുന്നത്. ഇത് എന്തിനു മാത്രമല്ല, ഒരു സംഗതിയിലും മാത്രം, അല്ലെങ്കിൽ ഒരു കാര്യത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ബ്യൂട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് ഈസ് ഇൻ എവറിത്തിങ്, എല്ലാത്തിലും എന്തുണ്ട്? സൗന്ദര്യമുണ്ട്, എല്ലാത്തിലും എന്തുണ്ട്? ഭംഗിയുണ്ട്. സോ ഓൾ ദി സ്മോൾ തിങ്സ് വി ഡു ഓർ ദ എൻവയോൺമെന്റ് അറൌണ്ട് us, everything has beauty in it. അപ്പൊ ഇദ്ദേഹം പറയാണ് all the small things we do, നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ, അതേപോലെ തന്നെ the environment around us, നമുക്ക് ചുറ്റുപാടും, അല്ലെ, നമ്മുടെ എൻവയോൺമെന്റിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത്, if you say, ഇപ്പൊ now I am taking the class, it has എന്താണ്, ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഇതിലൊരു സൗന്ദര്യം ഉണ്ട്, അല്ലെ, ആൻഡ് അതേപോലെ നമ്മൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങൾ പഠിക്കുന്നതിൽ, നിങ്ങൾ ഫ്രണ്ട്സിനെ കാണുന്നത്, നിങ്ങൾ സ്കൂളിൽ പോകുന്നത്, നിങ്ങളുടെ കസിൻസിനെ കാണുന്നത്, നിങ്ങൾ എൻജോയ് ചെയ്യുന്നത്, ഇത് എന്ത് നോക്കുമ്പോഴെന്താ അദ്ദേഹം പറയാം, അതിലൊക്കെ എന്തുണ്ട്? അതിൻ്റെതായ ഒരു ഭംഗി, അതിൻ്റെതായ ഒരു എൻജോയ്മെന്റ്, അതിൻ്റെതായ ഒരു സൗന്ദര്യം ഇതിലൊക്കെ ഉണ്ടെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ റൈറ്റർ നമ്മളോട് പറയുന്നത്. എവറിത്തിങ് ഹാസ് ബ്യൂട്ടി ഇൻ ഇറ്റ്, എല്ലാത്തിലും എന്തുണ്ട്? അതിൻ്റെതായിട്ടുള്ള ഒരു സൗന്ദര്യം അതിലുണ്ടെന്നാണ് പറയുന്നത്. എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ്. അതേപോലെ നമ്മുടെ പോയിന്റ് എന്ത് പറയുന്നുണ്ട്? ഓരോ കാര്യത്തിലും, അല്ലെ, നമ്മുടെ നേച്ചർ ആയിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, അനിമൽ ആയിക്കോട്ടെ, ഇനിയിപ്പോ എന്താ പറയുക, ഒരു ലിവിങ് അല്ലാത്ത എന്താണ് പറയാ, അല്ലെ, നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു കാര്യം ആയിക്കോട്ടെ, എന്ത് സംഗതിക്ക് എന്തുണ്ട്? അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ റൈറ്റർ ഇവിടെ നമ്മളോട് പറയുന്നത്. ഓൾ തിങ്സ് ആർ ബ്യൂട്ടിഫുൾ ഇൻ ദെയർ ഓൺ യുണീക് വേ. ഓരോന്നിനും എന്തുണ്ട്? അതിൻ്റെതായ യുണീക് സ്റ്റൈല്, അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള അവരുടേതായിട്ടുള്ള യുണീക് സ്റ്റൈൽ എന്തുണ്ട്? ഭംഗിയുണ്ട്. സൺലൈറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. സൺലൈറ്റിന് എന്തുണ്ട്? സൂര്യന്റെ വെളിച്ചത്തിന് എന്തുണ്ട്? സൂര്യൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട്. സൂര്യൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്. സൺലൈറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. അതിന്റെ വെളിച്ചത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയുണ്ടെന്നാണ് ആര് പറയുന്നത്? The writer is telling us, or he trying to make us understand. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നല്ലേ. അടുത്ത എന്താ പറയുന്നത് ഇവിടെ? ബ്യൂട്ടി ക്യാൻ ബി സീൻ ഇൻ ദ ഗ്രോയിങ് കോൺസ്, അല്ലെ, വളർന്നു വരുന്ന കോൺസിൽ എന്തുണ്ട്? നമുക്ക് അതിൻ്റെതായ എന്തുണ്ട്? ഒരു ഭംഗിയുണ്ട്. പീപ്പിൾ ഹു ആർ വർക്കിംഗ്, ജോലി ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷം ഉണ്ട്. ദേ ആർ വർക്കിംഗ്, ദേ ആർ ഡൂയിങ് ദെയർ ജോബ്, ദേ ആർ ഹാപ്പി, ദേ ആർ ഏർണിംഗ്. അപ്പൊ അതിനെന്തുണ്ട്? അതിൻ്റെതായിട്ടുള്ള ഒരു സൗന്ദര്യം ഉണ്ട്. നെക്സ്റ്റ് വൺ എന്താണ്? ഡാൻസിങ്. തീർച്ചയായിട്ടും ഭംഗിയുള്ള ഒരു കാര്യമല്ലേ ഡാൻസ്. വി എൻജോയ്, അല്ലെ, നമ്മളത് എൻജോയ് ചെയ്യാറുണ്ട്. സോ ഡാൻസ് ചെയ്യുന്നതിൽ എന്തുണ്ട്? അതിൻ്റെതായിട്ടുള്ള ഒരു പ്ലഷർ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട്. നെക്സ്റ്റ് വൺ എന്താണ്? ഗെറ്റിംഗ് ഗുഡ് ഹാവേഴ്സ്. നമ്മൾ കഷ്ടപ്പെട്ട് കൃഷിയൊക്കെ കഴിഞ്ഞ് എന്താണ്, വിത്തൊക്കെ വിതറിക്കഴിഞ്ഞാൽ ഹാർവസ്റ്റിന്റെ സമയത്ത്, കൊയ്തെടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കൊയ്തെടുപ്പിന്റെ സമയത്ത് എന്തുണ്ട്? അതിൻ്റെതായ അതിനൊരു ഭംഗിയുണ്ട്. ബ്യൂട്ടി ഈസ് നോട്ട് ഓൺലി സീൻ ബട്ട് ക്യാൻ ഓൾസോ ബി ഹേർഡ് ഓർ ഫെൽ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു പോയിന്റ് ആണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. ബ്യൂട്ടി ഈസ് നോട്ട് ഓൺലി സീൻ. സൗന്ദര്യം എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ്? നമുക്ക് കാണാൻ മാത്രം കഴിയുന്ന ഒന്നല്ല. സംടൈംസ് ഇറ്റ് ഈസ് ടു ഹേർഡ്. അത് നമുക്ക് എന്ത് ചെയ്യാം? കേട്ട് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ്? നമുക്കത് ഫീൽ ചെയ്യാനും പറ്റും. ഫോർ ഇൻസ്റ്റൻസ്, when night falls, wind blows slowly, the sound of rainfall, or when a singer sings, they all give pleasure to the mind and make it feel happy. Beauty is not just outside, it is within. Beauty is the self. അപ്പൊ ഇതേ പറയുന്നത് എന്താണ്? ഒരിക്കലും ഭംഗി എന്ന് പറയുന്നത് എന്തല്ല, അത് പുറത്തുള്ള ഒരു കാര്യമല്ല. ദാറ്റ് ഇസ് എന്താണ്? ഇൻസൈഡ് us, നമ്മൾ ഉള്ളിൽ നിന്നും വരുന്നതാ. Our good deeds, happy thoughts, please everyone, are all beautiful. Our dreams are also beautiful as they give us reason to advance and work with zeal. ഇതേ പറഞ്ഞ നമ്മുടെ സ്വപ്നങ്ങൾക്ക് എന്തുണ്ട്? ഒരുപാട് സൗന്ദര്യമുണ്ട്. കാരണം ആ സ്വപ്നമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ മുന്നോട്ടേക്ക് എനർജറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മൾ മുന്നോട്ടേക്ക് ലീഡ് ചെയ്യുന്നത്. ആ സ്വപ്നങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മുന്നിലേക്ക് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. Now beauty is in your style of work, the way you take rest and sleep. Beauty is everywhere. Even നിങ്ങൾ എന്താണ് ഉറങ്ങുകയാണെങ്കിൽ കൂടി എന്താണ്? അതിൻ്റെ
അത് അതിൻ്റെതായ ഒരു സൗന്ദര്യം ഉണ്ടെന്ന് നമ്മൾ റൈറ്റർ പറയുന്നത്. ഇറ്റ് ഈസ് എവ്രിവർ. ബ്യൂട്ടി ഈസ് എവ്രിവർ. ബ്യൂട്ടി ഈസ് ഇൻ യു. നിങ്ങളിൽ എന്തുണ്ട്? സൗന്ദര്യം ഉണ്ട്. ബ്യൂട്ടി ഈസ് ഇൻ മീ. ഐ ഹാവ് മൈ ഓൺ ബ്യൂട്ടിയിൽ എനിക്ക് എന്റേതായിട്ടുള്ള എന്തുണ്ട്? ഒരു സൗന്ദര്യം ഉണ്ടാകും. അതിന്റെ ക്യാരക്ടർ ആയിരിക്കാം, എന്റെ സംസാരം ആയിരിക്കാം, എന്റെ ആക്ഷൻസ് ആയിരിക്കാം, അല്ലെ? അപ്പൊ ഒരുപാട് എല്ലാത്തിലും എന്തുണ്ട്? അതിൻ്റെതായിട്ടുള്ള ഒരു സങ്കല്പം, ബ്യൂട്ടി എന്ന് പറയുന്ന, സൗന്ദര്യം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്, ഒരു സങ്കല്പം എന്തുണ്ട്? നമുക്കുണ്ട് എന്നാണ് റൈറ്റർ പറയുന്നത്. ഇറ്റ് ഈസ് ഇൻ ആറ്റിറ്റ്യൂഡ്, ദ വേ വി ലുക്ക് അറ്റ് തിങ്സ്. നമ്മൾ ഒരു കാര്യത്തിന്റെ മേലെ നോക്കുന്ന പെർസ്പെക്റ്റീവ്, നമ്മുടെ കാഴ്ചപ്പാടാണ് എന്ത്? പലപ്പോഴും നമുക്ക് എന്തിന്റെ പലതരത്തിലുള്ള അർത്ഥങ്ങൾ കൊണ്ടുതരുന്നത്. ആക്ച്വലി എവറിത്തിങ് ഈസ് ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് ഓൾ യുണീക് മാനർ. ദ നീഡ് ഈസ് ടു ഫീൽ ഇറ്റ്. അദ്ദേഹം പറയാണ് പലപ്പോഴായിട്ട് എന്താണ്? മനുഷ്യന്റെ കാഴ്ചപ്പാടിനാണ് പ്രശ്നം, നമ്മുടെ പെർസ്പെക്റ്റീവിനാണ് പ്രശ്നം. ആക്ച്വലി എന്തിലെന്തുണ്ട്? എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള ഒരു സൗന്ദര്യമുണ്ട്. നമ്മളത് നോക്കി കാണുന്നതിലുള്ള മിസ്റ്റേക്ക് ആണ് അദ്ദേഹം പറയുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് എന്താണ് complaining, instead of എന്താണ് disturbing, instead of destroying, instead of damaging, നമ്മൾ നശിപ്പിക്കുന്നതിന് എല്ലാത്തിനും പകരം എന്ത് ചെയ്യുക? ജസ്റ്റ് എന്താണ്? learn to feel it, just learn to find the real beauty. അല്ലെ? ശരിക്കുള്ള സൗന്ദര്യം എന്ത് ചെയ്യുക? അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. This is the poem. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തുള്ള ഈ ഒരു പോയത്തിന്റെ സമ്മറിയിൽ നമുക്ക് പറയാനുണ്ടായിരുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ, നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്ത് അപ്ലോഡ് ചെയ്യും? നമ്മൾ എന്താ ചെയ്യാൻ പോവാ? ഈ ഒരു പോയറ്റിക് ഡിവൈസസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും that we will be doing soon. So thank you so much.